ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 37 അധ്യായം 24 വാക്യം. സങ്കീർത്തനങ്ങൾ 37:24. അവൻ വീണാലും നിലംപരിചയാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ഭക്തനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യൻ അവൻ വീണുപോയാലും അവൻ നിലംപരിചയാകുകയില്ല, ദൈവം ഇറങ്ങി അവനെ കൈപിടിച്ച് ഉയർത്തും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവൻ പല മേഖലകളിൽ വീഴുന്ന ഒരവസ്ഥ കടന്നു വരാം. ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ പല മേഖലകളിൽ അവൻ വീണുവെന്ന് വരാം. അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിനകത്ത് ഒരു ചെറിയ വീഴ്ചയായി വരും. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുമ്പോൾ ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു പ്രതികൂലം ഉണ്ടായെന്ന് വരാം. എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു വീഴ്ച ഉണ്ടായെന്ന് വരാം. എന്നാൽ ആ വീഴ്ചയിൽ നിന്നും ദൈവം അവനെ നശിപ്പിക്കാതെ അവനെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് നമ്മളുടെ യഹോവയായ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ വീണുപോയി കഴിഞ്ഞാൽ അവൻ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വന്ന് മുങ്ങിത്താഴുന്ന പത്രോസിനെ പിടിച്ചു കയറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് കൈപിടിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. വീണാലും നിലംപരിചയാകുകയില്ല, യഹോവ താങ്ങി നിർത്തും. പ്രതികൂലത്തിൽ കൈവിടാത്ത ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും അവന്റെ പ്രതികൂലത്തിൽ കൈവിടുകയില്ല. അവന്റെ പ്രതികൂലത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ ആ പടകിനകത്ത് പത്രോസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിൻ്റെ അകത്തില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാറ്റിന്റെയും കടലിന്റെയും ഒക്കെ പ്രതികൂലത്തിൽ കർത്താവായ യേശുക്രിസ്തു അവരെ രക്ഷിക്കുവാൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് പത്രോസ് കടലിൻ്റെക്ക് ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീട് പത്രോസ് കാറ്റ് കണ്ടു, കടലിന്റെ ഇളക്കം കണ്ട് മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ കരം പിടിച്ച് ഉയർത്തി ആ വള്ളത്തിലേക്ക് കയറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്നത് എന്താണ്? വീണാലും നിലംപരിചയാകുകയില്ല. പത്രോസിന്റെ വിശ്വാസ ജീവിതത്തിൽ അവൻ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അവൻ കടലിലേക്ക് മുങ്ങിത്താഴുന്ന, പ്രതികൂലം കണ്ട് മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ കർത്താവായ യേശു കരം പിടിച്ച് കയറ്റുകയാണ്. പ്രതികൂലത്തിൽ കൈവിടാത്തൊരു ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വീണാലും നിലംപരിചയാകുകയില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് വരാൻ, എന്നാൽ ആ അവസ്ഥയിൽ ദൈവം കൈപിടിച്ചുയർത്തുന്നവനാണ്. യാക്കോബിന്റെ ലേഖനം യാക്കോബിൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാവുന്നവനായി കഴിയുമ്പോൾ അവന് അവൻ്റെതായ ഒരു ഫലം അല്ലെങ്കിൽ ഒരു ജീവകിരീടം അല്ലെങ്കിൽ ഒരു പ്രതിഫലം കൊടുക്കും എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പരീക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യന് ദൈവം അനുവദിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ വീഴുന്ന ഒരവസ്ഥയിലേക്ക് വരാം. ആ പരീക്ഷണം വരുന്നത് നിലംപരിചയാക്കുവാനല്ല, എന്നാൽ അതിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്നവനാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. പ്രതികൂലത്തിൽ കൈവിടാത്ത ദൈവമാണ് നമ്മളുടെ ദൈവം. പരീക്ഷ സഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ നീക്കുപോക്കൂടെ കൊടുക്കും. ഇതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വീഴുന്ന ഒരു അവസ്ഥ വരാം. അതാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകും.
എന്നാൽ അതിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നവനായ ദൈവമാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ പരീക്ഷണങ്ങളിൽ വീണു എന്ന് വരാം, എന്നാൽ ആ വീഴ്ചയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. പത്രോസിനെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ്. അവൻ വീഴുന്ന അവസ്ഥയിലേക്കാണ്, വെള്ളത്തിലേക്ക് മുങ്ങി വീഴുന്ന ഒരവസ്ഥയിലേക്കാണ്. എന്നാൽ അവൻ നിലംപരിചയാകുന്നില്ല. അവനെ കൈപിടിച്ച് ഉയർത്തുകയാണ് കർത്താവ്. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ ഒരുപക്ഷെ വീഴുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കാണുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളിൽ കൈവിടാത്ത ദൈവമാണ്. പഴയ നിയമം നമുക്ക് വായിക്കുമ്പോൾ പല ഭക്തന്മാരും പ്രതികൂലത്തിൽ അകപ്പെടുന്ന ഒരവസ്ഥയിൽ കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശത്രുഭീതിയിലായിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവം അവരെ കൈവിടാതെ ഗിദെയോനിൽ നിന്നും അവരെ ഒരു രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പൊ ഗിദെയോനെ ദൈവം അവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളെ കൈവിടുന്നില്ല. കേവലം 300 പേരുടെ അടിസ്ഥാനത്തിൽ ഗിദെയോൻ ആ ശത്രുക്കളെയെല്ലാം തോൽപ്പിച്ചു ഇസ്രായേൽ മക്കൾക്ക് ഒരു രക്ഷ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം ശത്രുക്കളുടെ ഭീഷണിയിൽ കൈവിടുന്ന ദൈവമല്ല, വീണാലും നിലംപരിചയാകുകയില്ല, വിടുവിക്കുന്ന ദൈവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. കൈ പിടിച്ചുയർത്തുന്ന ദൈവം. ഗിദെയോനിലൂടെ ദൈവം ഇറങ്ങി ശത്രുക്കളിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. ഇവിടെ കാണുന്നത് വീണാലും നിലംപരിചയാകുകയില്ല. ശത്രുഭീതിയിൽ ഒരുപക്ഷെ നാം വീഴുന്ന ഒരു അനുഭവത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കരം പിടിച്ചുയർത്തും. വീണു പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല മേഖലകളിലും നമുക്കൊരു വീഴ്ച വന്നു എന്ന് വരാം, എന്നാൽ നിലംപരിചയാക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹിസ്കിയാവിന് നമുക്കറിയാം, രോഗം ബാധിച്ചു കഴിയുമ്പോൾ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ അവൻ വീണു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കുന്നു. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നും, അവന്റെ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. ഇവിടെ കാണുന്നത് ഒരു രോഗത്തിൽ വീണു പോകുമ്പോൾ അവൻ ഉടൻ മരിക്കുമെന്നൊരു വാർത്തയാണ് അവന് ലഭിക്കുന്നത്. എന്നാൽ ഹിസ്കിയാവ് ദൈവത്തിൽ നിന്നുമുള്ള ഈ ദൈവിക ദൂത് ഹിസ്കിയാവ് അംഗീകരിക്കുന്നില്ല. മറിച്ച് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹിസ്കിയാവിനെ ദൈവം വിടുവിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ കൈവിടാത്ത ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നീ വീണാലും നിലംപരിചയാകുകയില്ല. ജീവിതത്തിന്റെ പല മേഖലയിൽ രോഗം എന്ന് പറയുന്നത് മനുഷ്യനെ വീഴ്ത്തുന്നതാണ്. എന്നാൽ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം അവനെ വീഴാതെ കൈപിടിച്ചുയർത്തുന്നതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് അവൻ വീണുപോയി, കിടക്കയിൽ വീണുപോകുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ അവനെ ദൈവം കൈപിടിച്ചുയർത്തി അവന് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യെശയ്യാവ് വഴിയുള്ള ഈ പ്രവചനം, ആദ്യത്തെ ഹിസ്കിയാവിനോടുള്ള പ്രവചനം എന്ന് പറയുന്നത്, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. എന്നാൽ ഹിസ്കിയാവ് അത് വിശ്വസിക്കുന്നില്ല. ദൈവത്തോട്, തന്റെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മുറുകെ പിടിച്ച് ഹിസ്കിയാവ് മുന്നോട്ട് പ്രാർത്ഥിച്ച് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നുള്ള ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ കിടക്കയിൽ വീണു പോകുന്ന ഒരവസ്ഥയിൽ വരാം. എന്നാൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ, ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മുന്നോട്ട് കടന്നു വരുമ്പോൾ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി കടന്നു വരുമ്പോൾ, അങ്ങനെ കടന്നു വന്ന് ആ രോഗക്കിടക്കിൽ ഒരുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ രോഗത്തിൽ നിന്നും വിടുവിച്ച് അവനെ കൈപിടിച്ച് ഉയർത്തും. വീണാലും നിലംപരിചയാകുകയില്ല എന്നൊരു വലിയ വെളിപ്പാടാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ഹിസ്കിയാവിന്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. രോഗത്തിൽ അവൻ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല. രോഗത്തിൽ നിന്നും അവനെ വീണ അവസ്ഥയിൽ നിന്നും അവന്റെ കിടക്കയിൽ നിന്നും ഹിസ്കിയാവ് രാജാവിനെ എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ആ ദൈവത്തിലൂടെ നമ്മുടെ രോഗം നമ്മുടെ മേൽ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഴുന്നൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. ദൈവം എന്ന് പറയുന്ന ഹീലിംഗ് കൊടുക്കുന്ന ദൈവമാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് പല മേഖലകളിൽ അവൻ വീണുപോയേക്കാം. സാമ്പത്തിക ശക്തിയിൽ ഒരു മനുഷ്യൻ കൂപ്പുകുത്തി കഴിഞ്ഞാൽ ദൈവം അവനെ വീണുപോകാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അവന് വീണു എന്ന് തോന്നിയേക്കാം, എന്നാൽ ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തി അവനെ നിലംപരിചയാകാതെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണാലും നിലംപരിചയാകുന്നില്ല എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യൻ വീണു എന്ന് വരാം. എന്നാൽ ഏത് മേഖലകളിൽ നിന്നും കൈപിടിച്ച് ഉയർത്തി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവത്തെ നമ്മൾ വിശ്വസിച്ച് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നിന്നും അവൻ കൈവിടാതെ പിടിച്ചുയർത്തുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ മേൽ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഏത് വീണുപോയ അവസ്ഥയിൽ നിന്നും നമ്മളെ ഉയർത്തുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും. അപ്പോൾ മനുഷ്യൻ വീണ ഏതവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുമ്പോൾ അവൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടും കർത്താവിന്റെ സാക്ഷികളാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ വീണു പോകുന്ന അനുഭവത്തിൽ ഇരിക്കുന്നവനാണോ, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അവൻ ശക്തി പ്രാപിച്ചിട്ട് വീണ അവസ്ഥയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മളെ നിലംപരിചയാക്കാത്തവനാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളിലും വീണുപോയ അവസ്ഥയിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ പരിശുദ്ധാത്മാവാൻ ദൈവം. ഈ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ അയക്കുന്നത് പിതാവായ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കാര്യസ്ഥനെ അയക്കും, പിതാവിനോട് ചോദിച്ച് കാര്യസ്ഥനെ അയക്കും, കാര്യസ്ഥൻ നിങ്ങളെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ വീണുപോയ അവസ്ഥയിലാകാണു എങ്കിൽ, ദൈവത്തോട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ആ വീണുപോയ അവസ്ഥയിൽ നിലംപരിചയാകാതെ കൈപിടിച്ച് ഉയർത്തി നമ്മുടെ പ്രതികൂലത്തെ മാറ്റുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അത്യുന്നതനായ ദൈവം തന്റെ ഭക്തന്മാരെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ ദൈവം ജീവിതത്തിന്റെ പല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പല പരീക്ഷണങ്ങളിൽ മനുഷ്യൻ കടന്നുപോയേക്കാം. ഏത് പരീക്ഷണങ്ങളിൽ അവൻ വീണു കഴിഞ്ഞാലും ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ തരുന്നത്. അപ്പോൾ പത്രോസിന്റെ കടലിലേക്ക് മുങ്ങിത്താഴുന്ന അവസ്ഥ എന്ന് പറയുന്ന വീണുപോകുന്ന അവസ്ഥയാണ്. ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തുന്നതാണ്. ഹിസ്കിയാവ് എന്ന് പറയുന്നത് രോഗത്തിൽ വീണുപോയ അവസ്ഥയാണ്. എന്നാൽ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹിസ്കിയാവിനെ കൈപിടിച്ച് ഉയർത്തുന്ന അവസ്ഥയിലാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയിലാണെങ്കിലും വീണുപോയുന്ന ഒരവസ്ഥ വന്നേക്കാം, എന്നാൽ ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തുമെന്നൊരു വലിയ സന്ദേശമാണ് നമുക്കിവിടെ
കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നീ വീണാലും നിലംപരിചയാകുകയില്ല, ദൈവം നമ്മളെ കൈവിടിച്ച് ഉയർത്തും എന്നുള്ളൊരു വലിയ സന്ദേശമാണ്. പ്രതികൂലത്തിൽ കൈവിടാത്തവനായ ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.